എൻ്റെ പേര് ജോവാൻ ജോസഫ്. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ജോലി സംബന്ധമായിട്ട് ബാംഗ്ലൂരിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ ഈ ഉടമ്പടി ഫസ്റ്റ് ഉടമ്പടി എടുത്തത് 2019 അതെൻ്റെ വൈഫ് ക്യാരിയിങ് ആയിരുന്നു, 4ാമത്തെ കുട്ടിയായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇന്ന പോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഡൗൺ സിൻഡ്രോം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചായിരുന്നു. അതിനുശേഷം എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഉടമ്പടി ബേസിക്കലി അങ്ങോട്ട് ഉഴപ്പിപ്പോയി. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയിലെല്ലാം വളരെ വീക്കായി, ഉടമ്പടി നിബന്ധനകളെല്ലാം വളരെ വിട്ടു പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ബേസിക്കലി ഞാൻ വൈഫിനോട് പറഞ്ഞു എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അപ്പം നീ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു വൈഫിൻ്റെ പേരിലേക്ക് മാറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ പോകുന്നുള്ള ധാരണയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ രണ്ടാമത് ഞാൻ ഈ ഉടമ്പടി പിന്നീട് വന്നിട്ട് മാർച്ച് 31 എടുത്തു ഈ 2023. അതിനു മുമ്പ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വന്ന് ഉടമ്പടി ഞാൻ എൻ്റെ പേരിൽ എടുക്കാൻ കാരണം എനിക്ക് പിന്നീട് ആ ജോലി പോയി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും മാതാവായിട്ട് എന്നെക്കൊണ്ട് ചിന്തിക്കാനുള്ളൊരു ഇടയുണ്ടാക്കി. അങ്ങനെ ഞാൻ ആ ഉടമ്പടി എടുത്തു. ഞാൻ ആ ഉടമ്പടി 31 ഇവിടെ വന്ന് എടുക്കുമ്പോൾ എനിക്കൊരു കോള് കിട്ടിയത് ഇൻ്റർവ്യൂവിന് പല റൗണ്ടും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നേരിട്ട് ചെന്നിട്ട് മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കോൾ കിട്ടിയപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഇതെല്ലാം റെഡിയാണ്, നേരെ ചെന്നിട്ട് ജോലിയുടെ ഓഫർ വാങ്ങിക്കാം. അങ്ങനെ ഞാൻ ആ കമ്പനി ചെന്നു, സംസാരിച്ചു പോന്നു. പക്ഷേ അവിടെ നിന്ന് ഒരു റെസ്പോൺസും വന്നില്ല. അങ്ങനെ ഒരാവർത്തി അല്ല, പല പ്രാവശ്യവും പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. എല്ലാം ഇങ്ങനെ റിജക്ഷൻ തന്നെ വന്നു. അതും ലാസ്റ്റ് ടൈം, അതായത് ലാസ്റ്റ് ഒരു ഓഫർ വരുന്ന സമയത്താണ് റിജക്ഷൻ വരുന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഇതെന്താ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ ഒന്നും ശരിയാകാത്തത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കൂടുതലായിട്ടും ഞാൻ ചിന്തിച്ചു. അപ്പോൾ മാതാവ് എന്നെ ഒരുപാട് വഴി നടത്തിയ കാര്യങ്ങൾ എൻ്റെ ഓർമ്മ വന്നു. അങ്ങനെ മാതാവ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഴ്ച എൻ്റെ ഇന്ന്, അതായത് പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് വന്ന വീഴ്ച എനിക്ക് ശരിക്കും വ്യക്തമാക്കി തന്നു മാതാവ്. അങ്ങനെ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ തുടങ്ങി. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും എല്ലാവരും ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് അവർക്ക് വിശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കാനും പ്രാർത്ഥിക്കാനുള്ളത് എങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനും എല്ലാം ഞാൻ ശ്രമിക്കാം. ഓട്ടോമാറ്റിക്കലി ഞാനും കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 8 മാസം ഞാൻ എൻ്റെ ആത്മീയ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ക്രമീകരിക്കാനെടുത്തു. എനിക്ക് ഈ കഴിഞ്ഞ ഈ ജപമാല മാസത്തിൻ്റെ അവസാനത്തിൽ ഒരു ഇൻ്റർവ്യൂ കംപ്ലീഷൻ കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞ 2-ാം തീയതി അവിടുന്ന് ഓഫർ ലെറ്റർ ലഭിച്ചു. എനിക്ക് തിങ്കളാഴ്ച ആ കമ്പനിയിൽ ജോലി ചെയ്യണം. മാതാവും ഈശോയും എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി. ഈ 8 മാസക്കാലം ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ മാതാവ് എന്നെ പല രീതിയിലും, അതായത് എനിക്ക് പല പ്രാവശ്യവും സുഗന്ധാഭിഷേക കിട്ടിയിട്ടുണ്ട്. പിന്നെ പല രീതിയിൽ ഇപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും മാതാവ് ക്രമീകരിച്ച് പല കാര്യങ്ങളും നടക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മാതാവും ഈശോയും എനിക്ക് ചെയ്തു തന്നു. അങ്ങനെ എനിക്ക് എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.